സൗദി അറേബ്യയിലെ ദമാം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നവോദയ സാംസ്കാരിക വേദിയുടെ രണ്ടാമത് കോടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡ് മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്ക് സമർപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. സൗദി അറേബ്യയിലെ ദമാം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നവോദയ സാംസ്കാരിക വേദിയുടെ രണ്ടാമത് കോടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡ് മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്ക് സമർപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പുരസ്കാരം വിതരണം ചെയ്തു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദേശീയ രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവന കൂടിയാണ്. പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗമെന്ന നിലയിലും നിരവധി വർഷക്കാലം CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമെന്ന നിലയിൽ സംസ്ഥാന കേന്ദ്രത്തിലും MLA ആയി മന്ത്രിയായി നിരവധിയായ സ്ഥാനങ്ങൾ ഏറ്റുവാങ്ങി ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും കറപുരളാത്ത കരങ്ങളുടെ ഉടമസ്ഥനാണെന്ന്, കമ്മ്യൂണിസ്റ്റ് ജീവിതമെന്നാൽ ഇതാണെന്ന് ഒരാൾ രൂപം വെച്ച് രാജ്യത്തിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കാനാവുന്ന അപൂർവം കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളാണ് സഖാവ് പാലോളി. ആരെങ്കിലും അടയാളപ്പെടുത്തുന്നതല്ല നേതാവ്, ആരെങ്കിലും ബ്രാക്കറ്റിൽ എഴുതി ചേർക്കുന്നതല്ല നേതാവ്. ഒരു ജീവിതകാലം മുഴുവൻ നിസ്വാർത്ഥമായി ത്യാഗപൂർവം ജയിലായാലും അടിയായാലും ഗവൺമെൻറ്റായാലും രണ്ടുകൊണ്ട് വിപരീതങ്ങളാണ്. എല്ലാറ്റിൻ്റെയും ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പടയാളിയായി, അതിൻ്റെ പ്രചാരകനായി, പ്രക്ഷോഭകനായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ വിപുലീകരിക്കാൻ പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള മുസ്ലിം കേന്ദ്രീകൃതമായ മേഖലയിൽ പോലും പാർട്ടിയെ വളർത്തിയെടുത്ത് മുന്നോട്ടേക്ക് നയിക്കാൻ നേതൃത്വപരമായ പങ്കുവഹിച്ച സഖാവ് പാലോളിക്കാണ് ഇതിൻ്റെ സമഗ്രമായ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരിലുള്ള അവാർഡ് നൽകുന്നു. കൂട്ടായ പ്രവർത്തനത്തിലൂടെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്നു. അങ്ങനെ ഒട്ടനവധി സമൂഹത്തിൽ ദുർബലരായ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതാവസ്ഥ നല്ലതുപോലെ മനസ്സിലാക്കി ഒരു വ്യക്തിയെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മളുടെ സംസ്ഥാനത്തിലെ എല്ലാ പ്രദേശങ്ങളിലും അവരുടെ അത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പൊന്നാനി AV ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ P. നന്ദകുമാർ MLA അധ്യക്ഷനായി. ഇതോടൊപ്പം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സംസ്ഥാനത്തെ 3 കുടുംബശ്രീ CDSകൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. കണ്ണൂർ കുറുമാത്തൂർ പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ N. റീജ, കാസർഗോഡ് കിനാലൂർ കരിന്തളം പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ ഉഷ രാജു, പൊന്നാനി നഗരസഭ CDS 1 ചെയർപേഴ്സൺ M. ധന്യ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കുള്ള അനുശോചനത്തോടെയായിരുന്നു തുടക്കം. മുൻ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ കില ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമൺ ജൂറി പ്രഖ്യാപനം നടത്തി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ മുഴുവനും ഒഴിവാക്കിയായിരുന്നു പരിപാടി. ആഘോഷ പരിപാടികൾക്കായി നീക്കിവച്ച തുകയും ചേർത്ത് 1ാം ഘട്ട തുകയായ 10 ലക്ഷം രൂപ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. പൊന്നാനി നഗരസഭ CDSും കണ്ണൂർ കുറുമാത്തൂർ CDSും ലഭിച്ച പുരസ്കാര തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കോടിയേരി ബാലകൃഷ്ണന്റെയും പാലോളിയുടെയും രാഷ്ട്രീയ ജീവിതം വരച്ചുകാട്ടിയ വീഡിയോ പ്രദർശനവും നടന്നു. CPIM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിൽ, മുൻ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ, KV അബ്ദുൽ ഖാദർ, ബിനീഷ് കൊടിയേരി,
PK കലീമുദ്ദീൻ, രഞ്ജിത്ത് വടകര, നന്ദിനി മോഹൻ, അഡ്വക്കേറ്റ് ഇ സിന്ധു, CP മുഹമ്മദ് കുഞ്ഞി, ഗഫൂർ P ലില്ലീസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ MM നവീം സ്വാഗതവും ഷമീറ നാണത്ത നന്ദിയും പറഞ്ഞു. PGTV ന്യൂസ് പൊന്നാനി.